ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LDCയുടെ ഒരു 50 ഡേയ്സ് ഉള്ള സ്റ്റഡി പ്ലാൻ കൊണ്ടാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ സ്റ്റഡി പ്ലാനിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് കറക്റ്റ് ഒരു 50 ഡേയ്സ് ഞാൻ കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെയിം സബ്ജക്റ്റ് തന്നെ ഒരു 2 ഡേയ്സ് 3 ഡേയ്സ് ഒക്കെ ഇട്ട് പോയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ടഫായിട്ട് വന്ന സബ്ജക്ട്സിന് കേട്ടോ. അപ്പോൾ നോത്തിരിക്കുക, നിങ്ങൾക്ക് ഒക്കുന്ന പോലെ ഞാൻ ഡേറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ day 1 ഡേറ്റ് എന്നുള്ള രീതിയിലേ പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒക്കുന്ന ഒരു 50 ഡേയ്സ് എടുത്ത് ഇത് കവർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് സെക്ഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും സബ്ജക്ട്സ് എല്ലാം കവർ ആകുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പ്രൊവിഷനും നിങ്ങൾക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഒക്കെ അതിനകത്തുണ്ട്. ടൈം ടേബിളിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൈവെക്കുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇനി ഇതിരുന്ന് എഴുതണമെന്ന് ഞാൻ പറയത്തില്ല, ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞു 50 ഡേയ്സിനുള്ള സ്റ്റഡി പ്ലാൻ ഫുൾ ടോപ്പിക്സ് ഫുൾ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഫോളോ ചെയ്ത് പോകാം. കാര്യം നമ്മളിപ്പം റിവിഷൻ എന്നുള്ള രീതിയിലുള്ള നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിവൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ കറക്റ്റ് ഫുള്ളായിട്ട് സിലബസ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ നമുക്കറിയാം LDC മെയിൻസ് ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ SSCRTക്ക് അകത്തുനിന്നായിരിക്കും ഞാൻ പറഞ്ഞ ഒരു 75% ക്വസ്റ്റ്യനും SSCRTക്ക് അകത്ത് തന്നെ ചോദിക്കും. പക്ഷെ ഓർത്തിരിക്കുക, അവർക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഇടണം, അല്ലെങ്കിൽ ഇച്ചിരി ടഫ് ആക്കണം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇടണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റാൻഡേർഡ് ബുക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സർവേ ഓഫ് കേരള എന്നുള്ള ടെക്സ്റ്റിനെ എടുത്തു പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞുള്ള ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ കറക്റ്റ് ചിന്തിക്കണം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഒത്തിരി അങ്ങ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല. ഞാൻ ജസ്റ്റ് പറയാം, ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുകയാണ്, INC എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കി വിടുക. അത് കൂടാതെ എന്ത് ചെയ്യണമെന്നറിയോ, INCയുടെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സ് എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ് നടന്ന അതല്ലെങ്കിൽ അത് എഗ്രി ചെയ്ത് വിട്ട മീറ്റിംഗ്സ് കാണും. അപ്പൊ ആ മീറ്റിംഗ്സിനെ കുറിച്ച് കറക്റ്റായിട്ട് നോക്കി പോവുക. പിന്നെന്താണ് അതിന്റെ ലീഡേഴ്സിന്റെ ഒക്കെ പേര്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ഒക്കെ പേര് കറക്റ്റ് അറിഞ്ഞു പോവുക. അങ്ങനെയാണ് പഠിക്കാനത്. അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻ റൈസ് എടുക്കുകയാണെങ്കിൽ 5 ഇയർ പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ഈ ഇടയ്ക്കെല്ലാം കണ്ട ക്വസ്റ്റൻ അത് കണ്ടതാണ്. 5 ഇയർ പ്ലാനിന്റെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു എയിം, ഓരോ 5 ഇയർ പ്ലാന്റെയും എയിം എന്താണെന്നുള്ളത് എടുത്തു പറയാൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എല്ലാ 5 ഇയർ പ്ലാന്റെയും ഗ്രോത്ത് റേറ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. അങ്ങനെയാണ് 5 ഇയർ പ്ലാൻസ് പഠിക്കാൻ കേട്ടോ. അത് കാര്യം നമ്മൾ റീസെന്റ് ട്രെൻഡ് അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് എക്കണോമിക്സിന്റെ സെക്ഷനകത്ത് ടാക്സ് എന്നൊരു സെക്ഷൻ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒന്ന് ഓർത്തിരിക്കുക, ടാക്സിന്റെ സെക്ഷൻ ഒന്ന് പഠിച്ചിട്ട് പോകണം. കാര്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതൽ ടോപ്പിക്സ് ആണ് ടാക്സ്. ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. എക്കണോമിക്സിന്റെ സെക്ഷൻ സിലബസ് നോക്കുമ്പോൾ അറിയാം, എക്കണോമിക്സിനകത്ത് ബാക്കി ഒരു 3-4 അവേഴ്സ് പിന്നെ അഡീഷണൽ ആണ്. അപ്പൊ അതിനകത്ത് ടാക്സ് എന്നുള്ള സെക്ഷൻ പഠിക്കുക. പിന്നെ ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ബജറ്റ് കറക്റ്റ് പഠിച്ചിട്ട് പോവുക. കറണ്ട് അഫയറിനകത്ത് ബജറ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെന്താ ചെയ്യട്ടെ, കറണ്ട് അഫെയർ എന്നൊരു സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. ഇതിനകത്ത് ഞാൻ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എക്കണോമിക്സ്, ലിറ്ററേച്ചറിനും ആർട്ടിനൊക്കെ മാർക്കുള്ളതാണ്. സയൻസിനകത്തൊക്കെ എഴുതുമ്പോൾ എന്താണ് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പം ഈ റീസെന്റ് ആയിട്ട് 2020 to 2024 ഈ ഒരു ടൈമിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് അഫെയർ ആണ്. കാര്യം അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒക്കുന്നതാണ്. അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാം. മനസ്സിലായി? ഞാൻ പക്ഷേ ഓരോ ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ തന്നെ നോക്കി പോകണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ആർട്സ് ആൻഡ് സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് സിലബസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. അതിനകത്തൊന്നും കറണ്ട് അഫെയർ ചോദിക്കാൻ ഇഷ്ടംപോലെ ടോപ്പിക്സ് ഉള്ളതാണ്. അതുകൊണ്ട് കറണ്ട് അഫെയർ അങ്ങനെ തന്നെ പഠിച്ചു പോട്ടോ. അങ്ങനെ തന്നെ കറണ്ട് അഫെയർ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും. ഞാൻ പറഞ്ഞു കറണ്ട് അഫെയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം നമ്മൾ റാൻഡമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫെയർ ഓർത്തിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇഷ്യൂ വരത്തില്ല കറണ്ട് അഫെയറിന്റെ കേസിൽ കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെന്താണ്, നമുക്ക് ഏത് SSCRTയുടെ ഏത് ചാപ്റ്റേഴ്സാ വായിക്കേണ്ടെന്നൊരു സംശയം ഉണ്ടല്ലോ. അത് അറിയാത്തവർക്ക് തന്നെയാണ്, അറിയാവുന്നവരൊന്നും ചെയ്യേണ്ട. SSCRTയുടെ ചാപ്റ്റേഴ്സ് ഞാൻ ആ സിലബസ് അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ സിലബസിനകത്ത് തന്നെ ഞാൻ ഓരോ സബ്ജക്ട്സിനകത്ത് കറസ്പോണ്ടിങ് വായിക്കേണ്ട SSCRT ചാപ്റ്റേഴ്സിന്റെ പേരല്ല, ചാപ്റ്ററിന്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. ക്ലാസും ചാപ്റ്ററിന്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. ഞാൻ ടോപ്പിക്സ് ഒന്നും കറക്റ്റ് മാർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഓരോ സബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ചാപ്റ്റർ ആണ് വായിക്കേണ്ടതെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ SSCRT ടെക്സ്റ്റ് ബുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSCRT കറക്റ്റ് വായിച്ച് പഠിച്ചിട്ട് വേണം പോകാൻ. ഞാൻ പറഞ്ഞത് ഓരോ ടോപ്പിക് ഇടുമ്പോഴും നിങ്ങൾ ആദ്യം SSCRT വായിച്ചിട്ട് വേണം ബാക്കി എന്തെങ്കിലും വായിക്കാൻ പോകാൻ. ഞാൻ പറഞ്ഞു പിന്നെ ഗൈഡിന്റെ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് പഠിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഗൈഡിനകത്ത് പറയുമ്പോൾ
അവർ കമ്പൈൻഡ് ആയിട്ട് സംഭവങ്ങൾ പോയിന്റ് വൈസ് എഴുതി തരും. അതാണ് ഈ അഡ്വാൻറ്റേജ് പറയാൻ ഗൈഡ്. ഇപ്പം ഗൈഡ് ഇല്ല, അത് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമുക്ക് അറിയാവുന്ന കേസാണ്. നിങ്ങൾ ഈ ടെക്സ്റ്റ് കറക്റ്റ് വായിക്കുന്നതിനും പ്രീവിയസ് ക്വസ്റ്റൻ ചെയ്യുന്നവർക്കും ഗൈഡ് വാങ്ങിച്ച് പഠിക്കേണ്ട ആവശ്യം ഒന്നും വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നും വേറെ ഒന്നുകൊണ്ട് പറയുന്നതല്ല, ഞാൻ പറയല്ലോ ഇത് നിങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഗൈഡ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള പോപ്പുലർ ആയിട്ടുള്ള ഗൈഡ് വാങ്ങിച്ച് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ എത്ര അവർ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. കാര്യം ഇപ്പൊ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ച് സമയം മാറും. അതുപോലെ തന്നെ എന്താ ഓരോരുത്തർക്ക് ഓരോരോ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ടൈം ടേബിളിനകത്ത് ടൈം ഒരു സെക്ഷൻ ഇടാത്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക കേട്ടോ. ടെൻഷൻ അടിക്കാതിരിക്കുക, ഒന്നും ആയില്ലല്ലോ എന്നുള്ള സംഭവങ്ങൾ മാറ്റി വെച്ചിട്ട് മാക്സിമം നെഗറ്റീവ് വരാതെ പഠിക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, നിങ്ങളെ നെഗറ്റീവ് പറയുന്നവരെ നോക്കാതെ അറ്റ്ലീസ്റ്റ് അവരോട് നിങ്ങൾ എക്സാം എഴുതുന്നൊന്നും അവരോട് പറയാൻ നിൽക്കേണ്ട. കാര്യം അതായിരിക്കും ബെറ്റർ. കാര്യം ആൾക്കാർക്ക് അറിയാലോ, അവർക്ക് എപ്പോഴും മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ ആൾക്കാരോട് പറയാതിരിക്കുക ഞാൻ എക്സാം ഒക്കെ എഴുതാൻ പോവാന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക. ഇപ്പം മാരീഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. കാര്യം എനിക്കത് പറഞ്ഞു തരാൻ നോക്കില്ല എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അതിനനുസരിച്ച് ഒക്കുന്ന സമയം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അതേ ഇപ്പോൾ ഒക്കത്തുള്ളൂ. അങ്ങനെ എഴുതിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാക്സിമം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്ന് പറയാം, ഒരാൾക്കാട് വഴക്കുണ്ടാക്കാതിരിക്കുക. എക്സാമിന് സമയമാകുമ്പോഴത്തേക്കും ആരോടും വഴക്കുണ്ടാക്കുക. നമുക്കത് ഇമോഷണൽ ഇഷ്യൂ ആകും. അവർക്ക് പ്രശ്നം, നമുക്ക് പ്രശ്നം, പഠിക്കാനൊക്കെ ഇല്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അങ്ങനെ ഒന്ന് പഠിക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ ഒന്ന് പഠിക്കുക. LDC എഴുതിയെടുക്കാവുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് പറയാം. നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് കാണിക്കാം. ഒരു 5 കോളംസേ ഉള്ളൂ. ഞാൻ എത്ര അവറൊന്നും എഴുതിയിട്ടില്ല. നമുക്കറിയാലോ, അവർ എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കുന്നോ അത്രയും അവർ എടുത്തത് പഠിക്കുക. 5 hours ഞാൻ പറയത്തില്ല. കാര്യം നിങ്ങൾക്ക് ചില സബ്ജക്ട്സ് പഠിക്കാൻ ഇതിനേക്കാളും കൂടുതൽ അവർ വേണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മാത്സിന്റെ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മാത്സിന്റെ സെക്ഷൻ പഠിക്കാൻ ഒരു 2 hours എങ്കിലും മാത്സിന് മാത്രമായിട്ട് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ മാത്സ് അറിയാത്തവരുടെ കേസാണ് ഞാൻ പറയുന്നത്. 2 hours എങ്കിലും എടുക്കേണ്ടി വരും ഒരു ദിവസം. പെർ ഡേ 2 hours പോകും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബാക്കിയുള്ള സെക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. നോക്കുക, ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചിലതിനകത്ത് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ് സർവേ ഓഫ് കേരള ഹിസ്റ്ററി ചാപ്റ്റർ 27 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കേരള ഹിസ്റ്ററിയുടെ ആ ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ട ഡേറ്റിൽ ഈ പറഞ്ഞ ചാപ്റ്റർ വായിക്കുക. ഞാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞ എന്താണ്, ഈ ചാപ്റ്റർ 27 ഉണ്ട്, 28 ഉണ്ട്, 29 ഉണ്ട്. ഈ 3 ചാപ്റ്റർ വായിക്കണം. കാര്യം എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്ന് വരുന്ന ടോപ്പിക് ഉള്ള ഒരു സെക്ഷനാണ് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ്. ആ പറഞ്ഞ ചാപ്റ്റേഴ്സ് കറക്റ്റ് വായിക്കുക. ഞാൻ പറഞ്ഞത് ഇപ്പം ഇച്ചിരി സമയം കൂടി എടുത്ത് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാര്യം അത് കറക്റ്റ് പഠിക്കണം. അതുകൊണ്ടാണ് ചാപ്റ്റർ വായിക്കാൻ പറയുന്നത്. പിന്നെ ഒന്നുകൂടെ നമ്മളിപ്പോൾ വേണമെങ്കിൽ പറയാം, എന്താ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൈക്കം സത്യാഗ്രഹം നിങ്ങൾക്ക് എന്താ വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ മാത്രം നോക്കിയാൽ മതി. ഇതിലൊന്നൊരു ക്വസ്റ്റൻ വരും. പക്ഷെ നോക്കിയിരിക്കുക, നിങ്ങൾ ആ ടെക്സ്റ്റ് വായിച്ചാൽ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അവർ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റൻസ് അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാര്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് സർവേ ഓഫ് കേരള ഹിസ്റ്ററി വായിച്ചവർക്കറിയാം, ഇതുവരെയും ചോദിച്ചിട്ടില്ലാത്ത രീതിയിൽ ക്വസ്റ്റൻ പ്രിപ്പയർ ചെയ്യാനുള്ള കണ്ടന്റ് ആ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് കറക്റ്റായിട്ടൊന്ന് വായിച്ചിടും. ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. അത് അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, ഇത് വേറൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കിന് ചില കോളങ്ങൾ ഞാൻ കാണിക്കാം. നിങ്ങളിപ്പം നോക്കിക്കഴിഞ്ഞാൽ സിലബസിനകത്ത് എന്ന് പറയുമ്പോൾ ഒരു ബ്രൗൺ കളറിൽ ഞാൻ കുറെ കോളംസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കോളംസ് പറയാം, ഞാൻ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസമൊക്കെ ചില സമയത്ത് ബ്രൗൺ കോളംസ് ഉള്ള സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ചെയ്യുക. എന്ന് വെച്ചാൽ എങ്ങനെ വേണം, നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇപ്പം വേറെ എന്തെങ്കിലും പഠിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക ചെയ്യാം. കാരണം അതെല്ലാം ബ്ലാങ്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ആ ഡേയുടെ അപ്പുറത്ത് നമ്മൾ റിവിഷൻ എന്ന് കാണിച്ചിരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് കണ്ടോ. എല്ലാ ദിവസവും റിവിഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എന്താണ്, അപ്പൊ നിങ്ങൾ ഇന്ന് നമ്മൾ തുടങ്ങി പഠിച്ചിട്ട് അപ്പൊ നെക്സ്റ്റ് ദിവസം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ ഈ ടൈം ടേബിൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പിട്ട് എന്ത് ചെയ്യണം, പ്രീവിയസ് ഡേ പഠിച്ച സംഭവങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാ കോളവും ഫസ്റ്റിലെ റിവിഷൻ എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പൊ അത് അങ്ങനെ ചെയ്യാം. പിന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക കേട്ടോ. അതുകൊണ്ട് എന്താണ്, നമ്മുടെ മാത്സിനും ഇംഗ്ലീഷൊന്നും മാർക്ക് കളയരുത്. മാത്സിനും ഇംഗ്ലീഷിനൊക്കെ ഞാൻ പറഞ്ഞു, മാത്സ് ഒക്കെ ട്രിക്ക് വെച്ച് പഠിക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബേസ് ഇല്ലാത്ത ഒരാൾ ട്രിക്ക് പഠിച്ചിട്ട് ആ ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നമ്മൾ പഠിച്ച ഒരു ഫോർമാറ്റിലല്ലാത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാനൊക്കെ അതായിപ്പോൾ. അതുകൊണ്ട് ബേസ്
കറക്റ്റ് ഉള്ളവരാണെങ്കിൽ ട്രിക്ക് ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ ബേസ് പഠിച്ചിട്ട് മാത്രം ട്രിക്ക് ചെയ്യുക കേട്ടോ. ഞാനത് പറയാൻ കാര്യം ക്വസ്റ്റ്യൻ ടഫ് ആകത്തില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല, അതുകൊണ്ടാണ്. അപ്പൊ അത്രയൊക്കെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്.